യു.ഡി.എഫ് സർക്കാർ അവതരിപ്പിച്ച ബജറ്റിനു ശേഷം ഉയർന്നു കേട്ട പ്രധാന ആരോപണം കേരളത്തെ സ്വകാര്യ കമ്പനികൾക്ക് വി.ഡി. സതീശൻ സർക്കാർ തീരെഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ്. നിരവധി സ്വകാര്യവൽക്കരണം നടത്തുമെന്നും സ്വകാര്യ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നും ആവർത്തിക്കുന്ന ബജറ്റിനെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണം പ്രതിപക്ഷം നടത്തിയിരുന്നു. നിലവിൽ ഈ ആരോപണങ്ങൾക്ക് വി.ഡി. സതീശൻ നിയമസഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഈ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. പോകുന്ന പോക്കിൽ എൽ.ഡി.എഫ് സർക്കാർ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയെന്നും ഹൈദരാബാദിലെ കമ്പനിക്ക് മോണോസൈറ്റ് ക്രാക്കിങ്ങിന് അനുമതി നൽകി KMML മിനറൽ സെക്ടറിൽ PPP നീക്കം നടത്തി. സർക്കാർ പോകുന്ന പോക്കിലാണ് 267ാമത്തെ ബോർഡ് യോഗം മിഡ് വെസ്റ്റിന് ഡീൽ തയ്യാറാക്കിയതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സ്വകാര്യവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കിയിട്ട് നിലവിൽ യു.ഡി.എഫിനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പിന്നെ വീണ്ടും സ്വകാര്യവൽക്കരണം എന്ത് ബഹളമായിരുന്നു. നിങ്ങൾ വന്ന് ഞങ്ങളെ വിമർശിച്ചത് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് എല്ലാ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടാ. ഞാൻ പറഞ്ഞ കേട്ടോ, 265ാമത് ബോർഡ് മീറ്റിംഗ് KMMLന്റെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിന്റെ മിനറൽ സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഗവൺമെന്റ് ആണ് തീരുമാനിച്ചത്. ദ ഗ്ലോബൽ ഓപ്പണിംഗ് ടെൻഡർ വാസ് ഓപ്പൺഡ് ഓൺ ആൻഡ് ഫൗണ്ട് 3 ഓഫേഴ്സ് വർ റിസീവ്ഡ് ഫ്രം 3 ഓഫർ കിട്ടി. 2026 ഫെബ്രുവരി 25-ാം തീയതി ഗവൺമെന്റ് ഒഫീഷ്യൽസ് അടക്കം ആളുകൾ ഇരിക്കുന്ന ബോർഡ് എടുത്ത തീരുമാനം എന്താണ്? നമ്പർ 1, ടു ഇഷ്യൂ വർക്ക് ഓർഡർ. ആർക്കാണ്? ടു മെസേഴ്സ് മിഡ് വെസ്റ്റ് ലിമിറ്റഡ് ഹൈദരാബാദ്. ഞാനൊന്നും പറയുന്നില്ല. അതിന്റെ ആക്ഷേപം കേട്ടത് ആരാ? ഞാനാണ് ആക്ഷേപം കേട്ടത്. ഒരാഴ്ച ആഘോഷിച്ചു കേരളത്തിലെ കരിമണൽ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ ഗവൺമെന്റ്. ഇതെല്ലാം ചെയ്തു വെച്ച ആളുകളാണ് വന്ന് ഞങ്ങളെ വിമർശിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഹൈദരാബാദിലെ കമ്പനിക്ക് ഇതുവരെ ചെയ്യാത്ത ഒരു ഡീല് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ 4 വിരൽ നിങ്ങളുടെ നെഞ്ചു നേരെയാണ് നിങ്ങൾ മറക്കണം. ഒന്നും ചെയ്യില്ല, വേണ്ടാത്തതൊന്നും ഈ ഗവൺമെന്റ് ചെയ്യില്ല. ഇനി ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്കത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മാപ്പ് കൂടി പറഞ്ഞ് അത് പിൻവലിക്കും. അതിന് നിങ്ങൾ യു ടേൺ എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. തെറ്റ് പറ്റും, ഗവൺമെന്റുകൾക്ക് തെറ്റുപറ്റും, വ്യക്തികൾക്ക് തെറ്റുപറ്റും. നിങ്ങൾ ശരിയായ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ തിരുത്തും. പക്ഷേ പ്രചരണം, ലൈഫ് പദ്ധതി നിർത്താൻ പോകുന്നു, കേരളം മുഴുവൻ സ്വകാര്യ വൽക്കരണമാണ്, എന്തെല്ലാമാണ് പറഞ്ഞത്, എല്ലാം തിരിച്ചടിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല, ഒരു വകുപ്പിലും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. മാറ്റമുണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത 3 മാസം കഴിയുമ്പോൾ മുതൽ എന്റെ വാക്കാർ ഈ സർക്കാരിന് വേണ്ടിയിട്ടുള്ള വാക്കാർ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ 3 മാസം കഴിയുമ്പോൾ മുതൽ ഇതിന്റെ ഡെലിവറി ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും, ഡെലിവറി ഉണ്ടാവും. അതിന്റെ പുറകെയാണ് നമ്മുടെ നാടിന് അഭിമാനിക്കാൻ പറ്റാവുന്ന മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാവും. ഞങ്ങൾ കോൺഫിഡന്റ് ആണ്.